സംസ്ഥാനത്തെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ സമഗ്രമായ വളർച്ചയും അടിസ്ഥാന സൗകര്യ വികസനവും ലക്ഷ്യമിട്ട് വമ്പൻ പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് നിയമസഭയിൽ നടത്തിയിരിക്കുകയാണ്. ബജറ്റ് അവതരണ വേളയിലാണ് ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തിയത്. യു.ഡി.എഫ് സർക്കാരിന്റെ ഒന്നാം പരിഷ്കരിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനായി തിരുപ്പതി മോഡൽ വികസന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ ഉൾപ്പെടെയുള്ള പ്രധാന ആരാധനാലയങ്ങളിൽ ഭക്തജന തിരക്ക് വർദ്ധിച്ചുവെന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ മാതൃക നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. തീർത്ഥാടകർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഒന്നാം ഘട്ടത്തിൽ 3 പ്രമുഖ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും തിരുപ്പതി മോഡൽ വികസനം നടപ്പിലാക്കുക. എന്താണ് വി.ഡി. സതീശൻ പറഞ്ഞ തിരുപ്പതി മോഡൽ പദ്ധതി എന്ന് നോക്കാം. അതായത് പ്രശസ്തമായ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്ന അത്യാധുനിക ക്യൂ സംവിധാനം, ഡിജിറ്റൽ ടോക്കണുകൾ, സുഗമമായ ദർശനം, മികച്ച താമസ വിശ്രമ സൗകര്യങ്ങൾ, വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയ്ക്ക് സമാനമായ സംവിധാനങ്ങളാണ് കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലും കൊണ്ടുവരുന്നത്. ഇതിലൂടെ ഭക്തർ മണിക്കൂറോളം വരി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് പരിഹാരമാകും. തീർത്ഥാടന കേന്ദ്രങ്ങളിലെ ഗതാഗത കുരുക്കും പാർക്കിംഗ് പ്രശ്നങ്ങളും ശാസ്ത്രീയമായി പരിഹരിക്കും. ആരാധനാലയങ്ങളും പരിസരവും പരിസ്ഥിതി സൗഹൃദമാക്കാനും അതോടൊപ്പം തന്നെ വൃത്തിയായി സൂക്ഷിക്കാനും ഒരു നീക്കമാണ് ഇതിലൂടെ നടത്തുന്നത്. വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും തടസ്സമില്ലാതെ ഫണ്ട് ലഭ്യമാക്കുന്നതിനും പ്രത്യേക ഏകോപന സമിതികൾ രൂപീകരിക്കുമെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ക്ഷേത്ര വികസന പദ്ധതികൾക്കൊപ്പം തന്നെ സാംസ്കാരിക മേഖലയ്ക്കും വലിയ പ്രാധാന്യമാണ് ബജറ്റിൽ നൽകിയിരിക്കുന്നത്. നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ സ്മാരക കേന്ദ്രവും അതോടൊപ്പം തന്നെ പ്രതിമയും രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ സ്ഥാപിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചിട്ടുള്ളത്. ഗുരുദേവന്റെ ദർശനങ്ങളും അതോടൊപ്പം തന്നെ മാനവിക സന്ദേശങ്ങളും ദേശീയ അന്തർദേശീയ തലത്തിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സാംസ്കാരിക കേന്ദ്രം സഹായിക്കും. സംസ്ഥാനത്ത് തീർത്ഥാടനത്തിന് വലിയ ഉണർവ് നൽകുന്നതിനോടൊപ്പം തന്നെ നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിനുമാണ് യു.ഡി.എഫ് സർക്കാരിന്റെ പുതിയ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ. വരും മാസങ്ങളിൽ തന്നെ ഈ പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തിരുപ്പതി മോഡൽ പദ്ധതി നടപ്പിലാക്കുന്നതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം 2 വർഷത്തിന് മുന്നേ, അതായത് 2024-25 ആ ഒരു കാലഘട്ട സമയത്ത് ദേവസ്വം ബോർഡ് ഈ ശബരിമല മോഡൽ നടപ്പിലാക്കിയത്, ശബരിമലയിൽ ഈ തിരുപ്പതി മോഡൽ നടപ്പിലാക്കിയതാണ്. പക്ഷേ അത് പാടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. 3-4 മണിക്കൂറോളം അയ്യപ്പ ഭക്തർ ഒരു തുള്ളി വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അവസാനം അവർക്ക് തറയിലാണ് അവർ കിടന്ന് രാത്രിയോളം, അത് ഒരു ദിവസത്തോളം മുഴുവനായിട്ട് അവർക്ക് അവിടെ ഓരോ പടി കയറുമ്പോഴും, അതായത് ഈ മല കയറുന്ന സമയത്ത് അവർക്ക് ഓരോന്നും വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അത് പാളിപ്പോയതോടുകൂടിയാണ് അടുത്ത വർഷം ഇനി മണ്ഡലകാല മകരവിളക്ക് സമയത്ത് ഈ തിരുപ്പതി മോഡൽ വേണ്ട എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. കാരണം ഒറ്റ ദിവസത്തിലേക്ക് 1000-ൽ പരം ആളുകളാണ് കയറി വരുന്നത്. കൂടാതെ അവിടെ ടോക്കൺ, ഒന്നാമത് നമ്മൾ ഈ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് പോകുമ്പോഴും അവിടെ ചെന്നിട്ട് സ്പോട്ട് രജിസ്ട്രേഷനുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ദിവസം തന്നെ 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ കയറുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ശബരിമല മോഡൽ എന്നൊരു സമ്പ്രദായം കൊണ്ടുവരുന്നത് തികച്ചും അപ്രായോഗികമാണ് എന്ന് പല ഉന്നത വിദഗ്ധർ അടക്കം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അവിടെ ഇനി എന്തെങ്കിലും ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ കാടുകൾ വെട്ടി നശിപ്പിക്കണം. അപ്പോൾ ഒരു പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകും, വനനശീകരണം ഉണ്ടാകും. അതെല്ലാം പദ്ധതികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ നടത്തുന്നത് പോലെ തിരുപ്പതി മോഡൽ ഗുരുവായൂർ നടത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അത് ശബരിമല നടത്തുന്നതിന് പ്രായോഗികമായ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വി.ഡി. സതീശൻ ഈ കാര്യങ്ങളെ പറ്റി പഠിക്കാതെയാണ് ശബരിമലയിൽ തിരുപ്പതി മോഡൽ സമ്പ്രദായം കൊണ്ടുവരും എന്നൊരു നീക്കം നടത്തുന്നത്. പക്ഷെ അത് 101% അതിലവിടെ പ്രായോഗികമാകാനുള്ള സാധ്യത വളരെ കുറവാണ്.